ഗൈസ്, ഞാൻ മീൻ മേടിക്കാൻ പോയതാണ്. നിങ്ങൾ ഓർക്ക് ഇത്ര ഒരുങ്ങി ഞാൻ എന്തിനാ മീൻ മേടിക്കാൻ പോയത്? പക്ഷെ ഇത്ര ഒരുങ്ങിയാലേ എനിക്ക് പുറത്തോട്ട് പോയിട്ടുള്ളൂ. അകത്ത് വെച്ച് കാണുന്ന സൗന്ദര്യമൊന്നും പുറത്ത് കാണത്തില്ല. അപ്പം നമ്മൾ ഒരുങ്ങിയൊക്കെ വേണ്ടേ പോകാൻ. അപ്പം മീൻ മേടിച്ചു. ഇത് കണ്ടോ, വറ്റ, മത്തിക്കൊക്കെ ഭയങ്കര വിലയാ ഗൈസ്. പാവങ്ങളുടെ മീനായിരുന്നു പണ്ട്. ഇപ്പം പാവങ്ങൾക്ക് മീൻ മേടിക്കാൻ പറ്റില്ല. മത്തി അറിയാവോ എന്തൊരവസ്ഥയാണ് എനിക്ക് ഗൈസ്. കണ്ടോ, കുട്ടൂസ് നോക്കി നിൽക്കുന്നുണ്ട്. കുട്ടൂസ് നോക്കി നിൽക്കുന്ന കാണണോ നിങ്ങൾക്ക്? വേണ്ട, കണ്ടോ കണ്ടോ, കുട്ടൂസ് നോക്കി നിൽക്കുക. കുട്ടൂസിന് മത്തിയൊന്നും ഇഷ്ടമല്ല. മത്തി ഇഷ്ടമാണ് കേട്ടോ, മത്തിയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ വേറെ മീനൊന്നും കൂട്ടത്തില്ല. അവൻ എന്നും ചിക്കൻ്റെ കരള് ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചു കൊടുക്കുന്നത്. അല്ലേ കുട്ടു? ഇനിയിപ്പോൾ അടുത്തത് ചെയ്യേണ്ടത്, ശ്രേയ ഇപ്പം ഇവിടെ ഇല്ലല്ലോ. അപ്പം ശ്രേയയ്ക്ക് വരുമ്പോഴത്തേന് അവൾക്ക് മീനൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അതൊന്നും കറിയാം. നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് കറി കാണും. അതുകൊണ്ട് ഗൈസ് ഈ മീൻ ഇനി എടുത്ത് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഗൈസ്, ഞാൻ സാലുള്ളൂടെ തന്നെയുള്ളൂ. സ്റ്റേ വന്നാലേ ഒരു സന്തോഷമുള്ളൂ. എപ്പോഴും മക്കൾക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടുള്ള സങ്കടം എന്നും നമ്മൾ ഒറ്റയാണ്. പിന്നെ കുട്ടൂസിനുള്ളതുകൊണ്ടാണ് ഞാൻ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കണം. കണ്ടോ, കുട്ടൂസ് എല്ലാത്തിനും കുട്ടൂസിനുണ്ട് എനിക്ക്. കുട്ടൂസാ 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 കുട്ടൂസാ. മീനൊക്കെ മേടിച്ചിട്ട് വന്നതിന് ശേഷമാണ് ഗേസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഞാൻ രാവിലെ ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മീൻ മേടിച്ചത്. അപ്പോഴത്തേനും ഞാൻ എന്നാൽ പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഒരു 3-4 ഉണ്ടാക്കി വെച്ചായിരുന്നത്. ഞാൻ എന്നാൽ കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് കഴിക്കാമെന്നും കൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡിനും കൊണ്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അത് ക്യാമറയുടെ മുന്നിലൊന്നും വെക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങളൊന്ന് ഫുഡ് കഴിക്കട്ടെ.